രാത്രിയിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലോ എന്ന് ശ്രീ ചോദിച്ചപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നത് എഗ് സാൻഡ്വിച്ചാണ്. കുറച്ച് നഗറ്റ്സ് ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ ശ്രീനെ ഒന്ന് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബോയിൽഡ് എഗ്ഗ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മയണൈസിനകത്തേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് തന്നെയാണ് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് വെക്കുമ്പോൾ ക്യാരറ്റ് വീണ് പോകണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചതാണ്. സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ബ്രെഡിൻ്റെ സ്ലൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അച്ഛന് പുറത്തൊക്കെ ഒന്ന് പോയി വരാനുള്ളതുകൊണ്ട് അച്ഛൻ നേരത്തെ കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാനും ശ്രീയും അമ്മയും കൂടി കഴിക്കാനുള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലേറ്റിനകത്തേക്ക് 3 സ്ലൈസ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതിന് മേലേക്കായിട്ടൊക്കെ മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മേലേക്കായിട്ട് 2 സ്ലൈസ് ഓണിയൻ വെക്കുന്നുണ്ട്. മയണൈസും നഗറ്റ്സും ബുൾസായൊക്കെ വരുന്നതുകൊണ്ട് ഇത് അത്യാവശ്യം റിച്ചായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിൾസ് 1-2 കൂടുതൽ വെച്ച് കൊടുക്കാം. അതിന് മേലെ ബുൾസായി വെച്ച ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മേലേക്ക് അടുത്ത സ്ലൈസ് ബ്രെഡും കൂടി വെച്ച ശേഷം ആവശ്യമായിട്ടുള്ള ടൊമാറ്റോസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ടാണ് ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഒരു 3 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ ഇടുന്നത്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് നഗറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നഗറ്റ്സ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നത് തീർന്നു തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വീതം എല്ലാത്തിലും വെച്ചിട്ടുണ്ട്. നഗറ്റ്സിൻ്റെ മേലേക്കായിട്ട് ഞാൻ കുറച്ചധികം തന്നെ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും മേലേക്കായിട്ട് ഒരു പീസ് ബ്രെഡും കൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ചും കൂടി മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മയണൈസ് തന്നെയാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. ഈ ലെയേഴ്സ് എല്ലാം കൂടി പൊട്ടി താഴെ പോകുമെന്ന് നല്ല പേടി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്കൊരു ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് അതങ്ങ് എടുത്ത് മാറ്റാലോ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളതും ഞാൻ ശ്രീക്കും അമ്മയ്ക്കൊക്കെ ഉള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്ത് ഫുഡ് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാലും ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ശ്രീയാണ്. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തിട്ട് ശ്രീ ഒരിക്കലും കൊള്ളില്ല, നാശമായിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറയും, അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും കോംപ്ലിമെൻറ്റ്സ് ആണ് പറയുക. നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. എനിക്ക് പൊതുവേ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ്. അത് ഞാൻ തന്നെ കഴിക്കുന്നതിലും അധികം എനിക്ക് സന്തോഷം മറ്റുള്ളവർ കഴിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോഴാണ്. അക്കാര്യത്തിൽ എന്തായാലും ഞാൻ നല്ല ലക്കിയാണ്. ശ്രീ ആണെങ്കിലും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആണെങ്കിലും കൂടുതലും നല്ല കോംപ്ലിമെൻറ്റ്സും സജഷൻസൊക്കെയാണ് പറയാറുള്ളത്. ഇന്നത്തെ ഈ ഒരു സാൻഡ്വിച്ച് അത്യാവശ്യം തിക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ കഴിക്കുന്ന സമയത്ത് മുഖത്തേക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ശ്രീക്ക് എന്തായാലും എൻ്റെ ഈ തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് നല്ല ഇഷ്ടമായി കേട്ടോ. ശ്രീക്ക് മാത്രമല്ല അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടമായി. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.